ഇരട്ടിയിലധികം കഴിച്ചാലും അതിനാവശ്യമായത്ര പ്രോമലിൻ ശരീരത്തിൽ എത്തുകയില്ല. ഒരുപക്ഷെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരു മുഴുത്ത പൈനാപ്പിൾ അകത്താക്കിയാൽ അത്രയും അളവ് പ്രോമലിൻ കിട്ടിയേക്കാം. എന്നാൽ തലയ്ക്ക് വെളിവുള്ള ആരും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഏതെങ്കിലും രീതിയിൽ ഗർഭാവസ്ഥയെ സ്വാധീനിക്കുക എന്നത് അസാധ്യമാണ്. ഗർഭകാലത്ത് വില്ലൻ സ്ഥാനത്തേക്ക് വരുന്ന മറ്റൊരു ഫലമാണ് പപ്പായ. അതിന്റെ കാരണം പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈമാണ്. പപ്പായ മുറിക്കുമ്പോൾ വരുന്ന പാല് പോലുള്ള ദ്രാവകമാണ് ലാറ്റക്സ്. ഇതിലാണ് പപ്പൈൻ ഉള്ളത്. ഈ പപ്പൈൻ ഗർഭാശയ സങ്കോചത്തിന് കാരണമാവുകയും അങ്ങനെ അബോർഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് കാരണമായി പറയുന്നത്. പച്ച പപ്പായയുടെയും അധികം പഴുക്കാത്ത പപ്പായയുടെയും കാര്യത്തിൽ അല്പമെങ്കിലും ഈ ഒരു സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നന്നായി പഴുത്ത പപ്പായയിൽ ഗർഭാവസ്ഥയെ സ്വാധീനിക്കാൻ മാത്രമുള്ള അളവിൽ ലാക്റ്റിക്സ് ഇല്ല. പച്ച പപ്പായ സാധാരണ ആരും കഴിക്കാറില്ല. അധികം പഴുക്കാത്ത പപ്പായ ആണെങ്കിൽ പോലും ശരാശരി ഒരാൾ കഴിക്കുന്ന